കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റെ സ്ഥാപക ചെയർമാൻ റോയ് ആത്മഹത്യ ചെയ്തു. അപ്പോൾ അതിൻ്റെ കാരണങ്ങൾ എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ഒന്ന് വിശകലനം ചെയ്യണം. അദ്ദേഹത്തിന് ഫാമിലി പ്രോബ്ലംസ് ഒന്നും ഇല്ലായിരുന്നു എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. മാത്രമല്ല, സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊന്നും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. അതായത് കടബാധ്യതകളൊന്നുമില്ല, നല്ല വരുമാനമുണ്ട്, കാറുകളുടെ ഒരു ആരാധകനാണ്. അദ്ദേഹത്തിൻ്റെ മുഖം എല്ലാവർക്കും പരിചിതമാണ്. കാരണം ചാനലുകളിലൊക്കെ സ്ഥിരമായിട്ട് അപ്പിയർ ചെയ്യുകയും കാണുകയൊക്കെ ചെയ്യുന്ന ആളാണ്. വലിയ വലിയ പ്രോഗ്രാംസൊക്കെ നടത്തുന്ന ആളാണ്. എല്ലാവർക്കും അദ്ദേഹം ഒരു മോട്ടിവേറ്റിംഗ് സ്പീക്കർ എന്ന് തന്നെ പറയാം. പല കൊടുക്കുന്നത് നമ്മൾ ജീവിക്കുമ്പോൾ വളരെ സന്തോഷമായിരിക്കണം, മരിക്കുമ്പോഴും ഉണ്ടല്ലോ സന്തോഷമായിട്ട് മരിച്ചു പോകണം എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു മനുഷ്യനാണ്. വളരെ കഠിനാധ്വാനിയായിരുന്നു. അത്രത്തോളം, അതായത് ആയിരക്കണക്കിന് കോടി രൂപയുടെ ആസ്തി ഉണ്ടാക്കി ഒന്നുമില്ലായ്മയിൽ നിന്ന് ഉയർത്തിയെടുത്തതാണ്. അത്രയും കഴിവുള്ള ഒരു മനുഷ്യൻ. അദ്ദേഹം ആത്മഹത്യ ചെയ്തു. അത് ആത്മഹത്യയാണ് എന്നേ നമുക്ക് ഇപ്പോഴത്തെ നിലപാടിൽ പറയാൻ പറ്റുള്ളൂ. കാരണം വേറെ ഒന്നും അല്ലാത്ത തെളിവുകളൊന്നും വന്നിട്ടില്ല. അപ്പോൾ അവിടെ അദ്ദേഹത്തിന് യഥാർത്ഥത്തിൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നുള്ള സമ്മർദ്ദം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ അനുജൻ ബാബു പറയുന്നത്. അപ്പോൾ ഇനി സമ്മർദ്ദം കൊണ്ടെന്ന് പറഞ്ഞാൽ പലരും പറഞ്ഞു ഇൻകം ടാക്സുകാർ കയറി അറസ്റ്റ് ചെയ്യത്തില്ല. കാരണം ഇൻകം ടാക്സ് ആക്ട് അനുസരിച്ച് അവർക്ക് ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥർക്ക് ഇതിനുള്ള പവറില്ല, അറസ്റ്റിനുള്ള പവറില്ല. പക്ഷേ അതല്ല അവിടെ പ്രശ്നം. അപ്പോൾ ഇൻകം ടാക്സുകാർ എങ്ങനെ സമ്മർദ്ദത്തിലാക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് പല കാരണങ്ങൾ നമുക്ക് പറയാൻ പറ്റും. ഇൻകം ടാക്സുകാരെ അറസ്റ്റ് ചെയ്യണ്ട, വേറെ ആരെങ്കിലും കൊണ്ട് അറസ്റ്റ് ചെയ്യിപ്പിച്ചാൽ മതി, കാര്യം തീരുവോടെ. അപ്പോൾ ഇത്രയും വലിയൊരു ബിസിനസ്സുകാരനാണ്, വിദേശ ബന്ധങ്ങളൊക്കെ അദ്ദേഹത്തിനുണ്ട് താനും. അങ്ങനെ വന്നപ്പോൾ നമ്മൾ ആലോചിക്കേണ്ട, ഒരു മനുഷ്യനെ ആത്മഹത്യ ചെയ്യണമെങ്കിൽ ഒരു 3-4 കാരണങ്ങൾ കാണും. ഒന്ന്, ഫാമിലി പ്രോബ്ലംസ്, കുടുംബപരമായ വലിയ പ്രശ്നങ്ങൾ, കുടുംബത്തിലെ അസ്വാരസ്യങ്ങൾ ഉണ്ടായിരിക്കണം. പിന്നെ 2, അല്ലെങ്കിൽ ജീവിച്ച് മടുത്ത് ആ രീതിയിലായിരിക്കണം. പിന്നെ 3-ാമത്തെ ഒരു കാരണം സാമ്പത്തിക ബാധ്യത ഉണ്ടാകണം, അതുമാവണം. 4-ാമത്തെ കാരണം എന്തെങ്കിലും ഭീഷണിയോ സമ്മർദ്ദമോ ആയിരിക്കണം. ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ അവസാനം ഞാൻ ആദ്യം പറഞ്ഞ കാരണങ്ങളൊന്നും അദ്ദേഹത്തിനില്ല. കാരണം കുടുംബമായിട്ട് അദ്ദേഹത്തിന് യാതൊരു പ്രശ്നം ഉള്ളതായിട്ട് പുറത്ത് ഇതുവരെ ഒരു വിവരവും ഇല്ലെന്നാണ് കുടുംബാംഗങ്ങളും അദ്ദേഹത്തിൻ്റെ അനുജനും പറയുന്നത്. പിന്നെ 2-ാമത്തെ കാര്യം, ജീവിച്ച് മടുക്കണം. അങ്ങനെയുള്ള ഒരാളായിരുന്നില്ല റോയി. എല്ലാവരെയും മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്. സന്തോഷമായിട്ടിരിക്കണം, വളരെ സന്തോഷമായിട്ട് കഴിയണം, ജീവിതം എന്ന് പറയുന്ന അടിച്ചു പൊളിച്ച് ജീവിക്കണം എന്ന് പറയുന്ന ആളാണ്. മാത്രമോ റോൾസ് റോയ്സ് തുടങ്ങി വില കൂടിയ ആഡംബര കാറുകളുടെ ഒരു വലിയ ശേഖരം തന്നെ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട്. പിന്നെ ഇവിടെ നമ്മുടെ തൃശ്ശൂർക്കാരനാണ് അദ്ദേഹം എന്താണ് അവിടെ ഇവിടുന്ന് പിന്നെ ബാംഗ്ലൂരിൽ ബിസിനസ് ആവാൻ കാര്യമെന്ന് ചോദിച്ചാൽ ഞാനത് പറയേണ്ട കാര്യമില്ലല്ലോ. നമ്മുടെ വളരെ വ്യവസായ സൗഹൃദ സംസ്ഥാനമല്ലേ നമ്മുടെ. അതുകൊണ്ടാണല്ലോ ഇവിടുത്തെ ബിസിനസ്സുകാരെല്ലാം വെളിയിൽ പോയി ഓഫീസുകൾ തുറക്കുകയും ബിസിനസ് തുടങ്ങുകയും ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ കോർപ്പറേറ്റ് ഓഫീസ് എന്ന് പറയുന്നത് ഇവിടെ ബാംഗ്ലൂരിലാണ്. ബാംഗ്ലൂരിൽ ഒരുപാട് അദ്ദേഹത്തിന് വലിയ ആസ്തിയുണ്ട്. ബന്നാർഘട്ടയിലാണെന്നുണ്ടെങ്കിൽ ഒരു വലിയ ഫാം തന്നെ ഉണ്ട് അദ്ദേഹത്തിന്. അദ്ദേഹത്തിൻ്റെ മൃതദേഹം അവിടെ അടക്കം ചെയ്യണം, അദ്ദേഹത്തിൻ്റെ ശവശരീരം അവിടെ അടക്കം ചെയ്യണം എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. അങ്ങനെ അത് അദ്ദേഹം പറയും ആയിരുന്നു കുടുംബാംഗങ്ങളോട്, ഞാൻ മരിച്ചാൽ എന്നെ അവിടെ കൊണ്ടടക്കണം. ആ അദ്ദേഹത്തിന് വളരെ പ്രിയപ്പെട്ട ഒരു സ്ഥലമാണ്. അവിടെ തന്നെയാണ് ഇന്ന് അദ്ദേഹത്തിന് അടക്കം നടക്കുന്നത്, അല്ല മറ്റു പള്ളികളിലൊന്നുമല്ല. അപ്പോൾ ഇവിടെ ബിസിനസ് ചെയ്താൽ എന്തായിരിക്കും എന്നുള്ളത് അദ്ദേഹത്തിന് അറിയാവുന്നതുകൊണ്ടാണല്ലോ അദ്ദേഹത്തിൻ്റെ ബിസിനസ് ഇവിടെയൊക്കെ തന്നെ ഉണ്ടെങ്കിൽ പോലും ഇതിനെല്ലാം നിയന്ത്രിക്കുന്നത് ബാംഗ്ലൂരിലിരുന്നുകൊണ്ടാണ്. അദ്ദേഹത്തിൻ്റെ ഓഫീസ് ബാംഗ്ലൂരിലാണ്, ആ കമ്പനി രജിസ്റ്റർ ചെയ്തത് പോലും ബാംഗ്ലൂരിലാണ്. ആ രീതിയിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. അദ്ദേഹത്തിന് നല്ല ഉറപ്പുണ്ട്. അതുകൊണ്ടാണല്ലോ ഇവിടുത്തെ വലിയൊരു വ്യവസായി അദ്ദേഹത്തിൻ്റെ ഒരു വ്യവസായത്തിൻ്റെ നല്ലൊരു ഭാഗം തെലങ്കാനയിലേക്ക് കൊണ്ടുപോയത്. കാരണം ഇവിടെ അത്രത്തോളം സൗകര്യമല്ലേ ബിസിനസ്സിന്, വ്യവസായ സൗഹൃദമാണ് സ്ഥലമാണ്.
അപ്പോൾ ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് അവരൊക്കെ വെളിയിൽ പോകുന്നത്. അപ്പോൾ ഇത് ഞാൻ ഈ പറഞ്ഞ ആദ്യം അദ്ദേഹത്തിൻ്റെ ഈ ഫാമിലി പ്രോബ്ലംസ് ഇല്ല, പിന്നെ സാമ്പത്തിക ബാധ്യത ഒന്നും ഉള്ളതിൻ്റെ യാതൊരു എവിഡൻസും ഇല്ല, കടബാധ്യത ഒന്നും ഉള്ളതായിട്ട് ഒന്നും വരുന്നില്ല. പിന്നെ അടുത്തത് ജീവിതം ജീവിച്ച് മടുക്കണം. അങ്ങനെ ചിലർ വിദേശികളൊക്കെ പലരും ആത്മഹത്യ ചെയ്യാറുണ്ട്. അവരെ ജീവിതം മടുത്തു, അവർക്കിനി ഒന്നും ചെയ്യാനില്ല എന്നാവും. ഇത് അങ്ങനെയുള്ള ഒരു ആളല്ല. അപ്പോൾ ഇനി പിന്നെ അടുത്തത് എന്തെങ്കിലും ഭീഷണിയോ സമ്മർദ്ദമോ. ഭീഷണി എന്ന് പറഞ്ഞാൽ രണ്ട് വിധത്തിലാവാം. ഒരു ലൈഫ് ത്രെറ്റ്, നിന്നെ കൊന്നുകളയും, അല്ലെങ്കിൽ നിൻ്റെ വീട്ടുകാരെ കുടുംബാംഗങ്ങളെ കൊന്നുകളയും എന്ന് പറഞ്ഞ് താങ്ങാൻ വയ്യാതെ വന്നു ചിലപ്പോൾ അങ്ങനെ ആത്മഹത്യ ചെയ്യുന്നവരുണ്ടായിട്ടുണ്ട്. അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെയുള്ള ഭീഷണിയുണ്ട്. അല്ലെങ്കിൽ സമ്മർദ്ദം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ അനുജൻ പറയുന്നത് അനുസരിച്ചാണെന്നുണ്ടെങ്കിൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കയ്യിൽ നിന്ന് വളരെ സമ്മർദ്ദം ഉണ്ടായിരുന്നു. കുറേ നാളായിട്ട് അവർ വിടാതെ പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് കുറ്റമല്ല, അവർക്ക് ചെയ്യാം. കാരണം ഈ ടാക്സ് ഇവേഷൻ വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കത് നോക്കാം. ഏതെങ്കിലും വിധത്തിൽ ടാക്സ് ഒളിപ്പിച്ചു വെച്ചു, അത് കൊടുക്കാതെ ടാക്സ് ഇവേഡ് ചെയ്തു, വരുമാനം ഒളിപ്പിച്ചു വെക്കുന്നു, ചെലവുകൾ പെരുപ്പിച്ച് കാണിക്കുന്നു, ഈ രീതിയിലൊക്കെയുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അവർക്ക് നിയമപരമായിട്ട് അവർക്ക് നടപടി എടുക്കാം. അവരെടുത്താൽ പോലും എന്തെന്നറിയാം, നോട്ടീസ് കൊടുക്കണം. അതെല്ലാം കഴിഞ്ഞ് പിന്നെ ഉള്ളൂ അവസാനം ജപ്തിയും അറസ്റ്റും ഒക്കെ പിന്നെ അവസാന ഘട്ടത്തിലാണ്. അല്ലാതെ ഇപ്പോൾ ഈ ഇൻകം ടാക്സ് അനുസരിച്ച്, ആക്ട് അനുസരിച്ച് ഇപ്പോൾ അവർക്ക് കയറി അറസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ അവിടുന്ന് ഡോക്യുമെൻറ്റ്സ് ഒക്കെ എടുത്തെന്ന് പറഞ്ഞല്ലോ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഇന്ന് എന്തെങ്കിലും ഡോക്യുമെൻറ്റ്സ് ചോദിച്ചു കാണുമല്ലോ. അങ്ങനെ വന്നപ്പോൾ ഞാൻ ഏതോ ഒരു ഡോക്യുമെൻ്റ് എടുക്കാൻ എന്ന് പറഞ്ഞ് എന്നെ അമ്മയൊന്ന് വിളിച്ചിട്ട് വരട്ടെന്ന് പറഞ്ഞ് മുകളിലേക്ക് പോയതാണ്. പോയിട്ട് അവിടെ വെച്ച് ആത്മഹത്യ ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം, PMLA ആക്ട്, പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ട് എന്ന് പറയുന്ന ഒരു നിയമം നമ്മുടെ രാജ്യത്തുണ്ടല്ലോ. അതായത് കള്ളപ്പണം വെളുപ്പിക്കൽ, അതങ്ങനെ വരാം. പിന്നെ അല്ലെന്നുണ്ടെങ്കിൽ കുഴൽപ്പണം ഇടപാട്, ഇതൊക്കെ വരാം. അപ്പോൾ ഇദ്ദേഹം കൂടുതൽ നാൾ ഇവരെല്ലാം വിദേശത്താണ്. അപ്പോൾ അങ്ങനെ വരുന്നുണ്ടെങ്കിൽ ഈ ബിസിനസ്സൊക്കെ ചിലപ്പോൾ അവിടെ വെച്ച് വല്ല ബിസിനസ്സും നടക്കുന്ന, അതായത് ഈ പണമിടപാട് ഇവിടെ നടക്കേണ്ട പണമിടപാട് ദുബായിലോ അല്ലെങ്കിൽ അതേപോലുള്ള വിദേശത്തോ ഒക്കെ വെച്ച് നടക്കുകയാണെന്നുണ്ടെങ്കിൽ അത് PMLA ആക്ടിൻ്റെ പരിധി വരും. അപ്പോൾ അതിൻ്റെ എന്തെങ്കിലും കോൺടാക്ട് റെക്കോർഡ് ഇവരെടുത്തിട്ട് പോയാൽ, അല്ലെങ്കിൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കയ്യിൽ തന്നെ ആയാൽ അവർക്ക് ചെയ്യാവുന്ന എന്താണെന്നറിയോ, ഇത് ഇമ്മീഡിയറ്റ്ലി അതങ്ങ് ED ഹാൻഡ് ഓവർ ചെയ്യും. കാരണം ഇവർക്ക് PMLA ആക്ട് അനുസരിച്ചുള്ള നടപടി എടുക്കാനുള്ള അധികാരം ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിനില്ല. ഇങ്ങനെ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ ബുദ്ധിമുട്ടാണ്. ഈ കള്ളപ്പണ കേസ് ഇതുപോലെ വന്നപ്പോൾ നമ്മൾ കണ്ടില്ലേ, നമ്മുടെ ഈ രാജ്യത്ത് ഒരു മുഖ്യമന്ത്രി തന്നെ ഏതാണ്ട് 3-3.5 വർഷം ജയിലിൽ കിടന്നില്ലേ. ഒരു വലിയ അഭിഭാഷകൻ, ഇന്ത്യയിൽ തന്നെ വളരെ ഉന്നതനായ ഒരു അഭിഭാഷകൻ, അദ്ദേഹം എത്ര നാൾ ജയിലിൽ കിടന്നു. അപ്പോൾ ഇത് ഇങ്ങനെ നമ്മൾ പറയാനൊക്കത്തില്ല. ഇത് കാരണം ഈ രീതിയിലുള്ള വലിയ കുഴപ്പങ്ങളുണ്ട്. അതല്ലേ ഏറ്റവും വലിയ ഭീഷണി. അപ്പോൾ ഈ ജയിലിൽ കിടന്നാൽ നമുക്ക് ജാമ്യം കിട്ടുമല്ലോ, എടുത്തു വരാമെന്നൊക്കെ നമ്മൾക്ക് ഈസിയായിട്ട് പറയും. ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ജയിലിൽ പോയാൽ ആത്മഹത്യ. ജയിലിൽ പോകുന്നവനേ അതിൻ്റെ ബുദ്ധിമുട്ട് അറിയുള്ളൂ, ജയിൽ എന്താണെന്നുള്ളത്. ജയിൽ സുഖമെന്നൊക്കെ നമ്മൾ പറയും. അത് ഇവർ വളരെ സുഖലോലുപന്മാരായിട്ട് കഴിഞ്ഞ ഇവർക്ക് ആർക്കും ഒരു ജയിൽ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കാനൊക്കത്തില്ല. അതുകൊണ്ടാണല്ലോ വിജയ് മല്യ കോടിക്കണക്കിന് രൂപ ചിലവാക്കിയിട്ട് ഇപ്പോഴും ലണ്ടനിൽ കിടക്കുന്ന. അതിൻ്റെ കാരണം എന്താ? ഇവിടുത്തെ ജയിലിൽ വെളിച്ചക്കുറവ്, ഇവിടെ പരിചാരകരില്ല ജയിലിൽ നോക്കാൻ, തിരുമ്മി കൊടുക്കാനും കുളിപ്പിക്കാനും ഒക്കെ. ഇതൊക്കെ വേണം ഇവന്മാർക്കൊക്കെ. അതാണ് പ്രശ്നം. അങ്ങനെ വരുന്നുണ്ടെങ്കിൽ ജയിലിൽ കിടക്കാനൊന്നും ഇവരാരും ആഗ്രഹിക്കത്തില്ല, അല്ലെങ്കിൽ ഇന്ത്യയിലെ ജയിലുകളിൽ കിടക്കാൻ ആഗ്രഹിക്കത്തില്ല. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും വലിയ പ്രശ്നം, ഏതെങ്കിലും ഒരു ഫയല്, ഒരു കോൺട്രാക്ട് റെക്കോർഡ് അവരുടെ കയ്യിലായിപ്പോയാൽ, അല്ലെങ്കിൽ അതിനു വേണ്ടി അവർ സമ്മർദ്ദം ചെലുത്തിയാൽ അത് വലിയ സമ്മർദ്ദമാണ്. അദ്ദേഹത്തിൻ്റെ അനുജനെ വിളിച്ചു, എനിക്ക് നിന്നെ ഒന്ന് കാണണം, അത്യാവശ്യമായിട്ട് എന്നെ കാണണം. അപ്പോൾ അയാൾ പിറ്റേന്ന് രാവിലെ 7 മണിക്ക് വരാം എന്ന് പറഞ്ഞിരുന്നു. വെളിയിലായിരുന്നു, അങ്ങനെ തായ്ലൻഡിലായിരുന്നു. അങ്ങനെ അവിടുന്ന് ഫുക്കറ്റിലോ മറ്റോ ആയിരുന്നു അയാൾ. ബാബു അവിടുന്ന് വന്നതാണ്. എന്തായാലും വന്നപ്പോഴത്തേക്ക് ആൾ പോയി എന്നാണ് ബാബു പറഞ്ഞത്. ശരിയാ, പോയി. കാരണം അത് പിടിച്ചു നിൽക്കാൻ വയ്യാതെ വരുമ്പോൾ
ആളുകൾക്ക് വേറെ മാർഗമില്ലെങ്കിൽ ഇത് പലരും തിരഞ്ഞെടുക്കും. കാരണം ഇന്ന് വരെ അന്തസ്സായിട്ട് കഴിഞ്ഞു. ഇനി നാളെ മുതൽ ജയിലിനകത്തൊരു ജയിൽ പുള്ളിയായിട്ട് ഇങ്ങനെ കിടക്കണം, കരുതൽ തടങ്കലിലോ അവിടെ ഇവിടെയൊക്കെ ഞാൻ ഇങ്ങനെ കിടക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടല്ലേ? ആ രീതിയിൽ വരും കാര്യങ്ങൾ. ഏതായാലും അങ്ങനെ വരും എന്ന് ഭയന്ന് ഇത് ചെയ്യാം. അതും ഒരു വലിയ സമ്മർദ്ദവും ഭീഷണിയായിട്ട് മാറും. അപ്പോൾ അത് അങ്ങനെ സംഭവിക്കാവുന്നതേ ഉള്ളൂ. ഏതായാലും അദ്ദേഹത്തിൻ്റെ ഈ ആത്മഹത്യ, അത് ആത്മഹത്യയാണെന്ന് എവിഡൻസ് വേണം. കാരണം ഫോറൻസിക് എവിഡൻസൊക്കെ വന്നാലേ അദ്ദേഹത്തിൻ്റെ വിരലടയാളം തന്നെ ആയിരിക്കണം തോക്കിലുള്ളത് പറയാൻ പറ്റുള്ളൂ. കാരണം പക്ഷേ ഇത് ഈ ക്ലോസ് റേഞ്ച്, അതായത് നേരെ നെഞ്ചത്ത് വെച്ചിട്ട് ചെയ്തേക്കാണ്. ഹാർട്ട് ലങ്സും പിയേഴ്സ് ചെയ്ത് അത് വെടിയിലേക്ക് പോയി. ആ എൻട്രി വൂണ്ടിൽ കരിവുണ്ടോ നോക്കണം, ആ എക്സിറ്റ് വൂണ്ട് എങ്ങനെയാണെന്ന് നോക്കണം. ആ ബുള്ളറ്റും കണ്ടു കിട്ടിയിട്ടുണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത്. ആ ബുള്ളറ്റും കണ്ടു ഏതാണ്ട് 6.3 mm ഏതാണ്ട് ആ ബുള്ളറ്റ് അതും കണ്ടു കിട്ടിയെന്ന് പറഞ്ഞു. ഏതായാലും അത് ബാലിസ്റ്റിക് എക്സ്പേർട്സ് പരിശോധിക്കണം. ഇതൊക്കെ കഴിഞ്ഞ് വിശദമായ അന്വേഷണം നടത്തണം. എന്താണ് ഇതിൻ്റെ കാരണം എന്ന് കണ്ടുപിടിക്കണം. ആ ഇൻകം ടാക്സ് ഓഫീസേഴ്സാണ് ഇതിൻ്റെ കാരണക്കാരാണെന്നുണ്ടെങ്കിൽ ആത്മഹത്യാ പ്രേരണാ കുറ്റം അവരിലേക്ക് വരും. അത് വരും. അവർ ഭീഷണിയുണ്ടെങ്കിൽ അവർ അറസ്റ്റ് ചെയ്യുന്നില്ല, പക്ഷേ ഇതെടുത്ത് മറ്റിടത്ത് കൊടുക്കും. പിന്നെ നിയമപരമായിട്ടാണ് അവരത് എടുത്തേക്കുന്നു, അവരൊന്നും പറയുന്നില്ല എന്നുണ്ടെങ്കിൽ ഇയാൾ തന്നെ ആൻറ്റിസിപ്പേറ്റ് ചെയ്തിട്ട് ഫ്യൂച്ചർ ഈ എഫക്ട്സ് ആൻറ്റിസിപ്പേറ്റ് ചെയ്തിട്ട് ആത്മഹത്യ ചെയ്താണെങ്കിൽ അവരാരും ഒന്നും വരുന്നില്ല, കുറ്റം ഒന്നും ചെയ്തായിട്ട് പറയാകത്തില്ല. പിന്നെ അതിനകത്തൊരു ആകെ ഒരു സംശയമുള്ളത്, ഈ സംഭവം നടന്നുണ്ടെങ്കിൽ ഇവർ യഥാർത്ഥത്തിൽ ആ ഒരു സീൻ അവരവിടെ കാണേണ്ടതാണ്. അതിന് പകരം അവർ എത്രയും പെട്ടെന്ന് ഈ റെക്കോർഡുകളെല്ലാം എടുത്ത് നേരെ വണ്ടിക്കകത്ത് അവിടെ പുറകിലോട്ട് ഇട്ടിട്ട് അതും വിട്ട് നേരെ വണ്ടിയും ഓടിച്ച് പോകുന്നതാണ്. പെട്ടെന്ന് കയറി 2 ഇന്നോവ കാറുമായിട്ട് പോയത് ഒരു സംശയത്തിനിടയാക്കിയിട്ടുണ്ട്. അത് അവരുടെ ഭാഗത്തുനിന്ന് വല്ല സമ്മർദ്ദം ഉണ്ടായിരുന്നെന്നാണ് ബാബു പറയുന്നത്. സമ്മർദ്ദം ഉണ്ടായിരുന്നെന്നുണ്ടെങ്കിൽ നമുക്കൊന്നും പറയാൻ പറ്റുന്നില്ല, അത് ഒഫൻസ് ആവും, കുറ്റം വരും, അതിനകത്ത് പ്രശ്നം വരും. ആ സമ്മർദ്ദം എങ്ങനെയുള്ളത്, ലീഗലി ഉള്ള കാര്യമാണ്, അതുമൂലം അദ്ദേഹത്തിന് സമ്മർദ്ദം ഉണ്ടായതാണെങ്കിൽ അത് ഈ പ്രശ്നമൊന്നുമില്ല. കാരണം അവർ അതിനകത്ത് പ്രൊട്ടക്റ്റഡ് ആണ്. ഏതായാലും ഇത് നല്ല രീതിയിൽ അന്വേഷിക്കണം, ഇത് കണ്ടുപിടിക്കണം, അതാണ് വേണ്ടത്.